നമ്മളിന്ന് വത്തിക്കാന്റെ തൊട്ട് മുന്നിലാണുള്ളത്. നമുക്കറിയാം ലിയോ 14 മാർപ്പാപ്പയായതിനു ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് റെജീന ചെയ്ലി എന്ന് പറഞ്ഞ ഞായറാഴ്ചത്തെ ശുശ്രൂഷ നടത്തുന്നത്. 12 മണിയോടുകൂടിയാണ് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ഇവിടെ മ്യൂസിക് ബാൻഡുകളുടെ ജൂബിലി ആഘോഷം നടക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര ആഘോഷപൂർവ്വമായിരുന്നു ലിയോ 14 മാർപ്പാപ്പയെ ഇവരെല്ലാവരും വരവേറ്റത്. ഒരുപാട് സംഗീത അലപ്പടി ബാൻഡുകളുടെ അകമ്പടിയോടുകൂടെ അനേകരാണ്, 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് മിസ്റ്റർ പത്രോസിന്റെ ചത്തുരത്തില് ഇന്ന് ലിയോ 14 വാക്കുകൾ ശ്രദ്ധിക്കുവാൻ, കർത്താവിന്റെ മാലാഖ എന്നുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നാനാവിധത്തിലുള്ള ജനങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തീർത്ഥാടകർ, അതുപോലെ തന്നെ അനേകം ആർട്ടിസ്റ്റുകൾ, മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ജനതകൾ അനേകരാണ് ഇന്നിവിടെ ഒത്തൊരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ലിയോ 14 പാപ്പയുടെ സന്ദേശം കേൾക്കുകയും ചെയ്തത്. ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഏതാനും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ നമുക്കറിയാം ഇന്ന് ദൈവവിളികളുടെ ദിവസമാണ്. ദൈവവിളികളെ ഓർക്കുന്ന നല്ല ഇടയന്റെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈശോയാണ് ഏറ്റവും നല്ല ഇടയനെന്നും അതുപോലെ തന്നെ സഭയെ നയിക്കുന്നത് ക്രിസ്തുവാണ് എന്നും നമ്മളെല്ലാവരും നല്ലൊരു ഇടയന്മാരായിട്ട് മാറണമെന്നും അതുപോലെ തന്നെ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പാപ്പ വളരെ വാചാലനായിട്ട് സംസാരിക്കുകയുണ്ടായി. യുവജനങ്ങൾ പേടിക്കേണ്ട, ജോൺ പോൾ രണ്ടാമന്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് യുവജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, സഭയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പയുടെ പ്രസംഗം അവസാനിക്കുന്നതും. അതുപോലെ തന്നെ ഇന്ന് ലോക അമ്മമാരുടെ ദിനം കൂടിയാണ്. അതെല്ലാം പാപ്പ എടുത്തു പറയുകയുണ്ടായി. ഇന്ന് ഒത്തിരിയേറെ ജനങ്ങളാണ് വത്തിക്കാൻ സ്ക്വയറിൽ ഒരുമിച്ചുകൂടുകയും പാപ്പയുടെ ഈ സന്ദേശം കേൾക്കുകയും പ്രാർത്ഥന നിർഭരായി ലിയോ 14 പാപ്പയെ കാണുവാനായിട്ട് ഇവിടെ ഒത്തുകൂടുകയും ചെയ്തത്. വലിയൊരു സന്തോഷം നിറഞ്ഞ ദിവസത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ വത്തിക്കാനിൽ ആയിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്ന് ഷെക്കീന ന്യൂസിനു വേണ്ടി ഫാദർ ബോബ്.